ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഇവിടെ ഞങ്ങൾ രാജേട്ടൻ ജയിക്കുന്നുള്ളത്. ഞങ്ങൾക്ക് ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്ന് വരെ വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇടതും വന്നിട്ടുണ്ട് വലതും വന്നിട്ടുണ്ട്. ഈ ഒരു 10 വർഷം ഇതേപോലത്തെ ഒരു ഭരണം ഒരാളും കാഴ്ചവെച്ചിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇവിടെ വീണ്ടും LDF അധികാരത്തിൽ വരുമെന്നുള്ളൊരു വളരെയധികം പ്രതീക്ഷയുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം പിന്നെ വലിയ കുറ്റം പറഞ്ഞാൽ കാര്യമില്ലല്ലോ. രാജേട്ടനെ പറ്റി നല്ല അഭിപ്രായം ഞങ്ങൾക്ക്. മറ്റാൾക്കാരെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നല്ല പറഞ്ഞാൽ രാജേട്ടൻ ജയിക്കണമെന്നൊരു താല്പര്യമുണ്ട്. പല റോഡുകൾ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും അങ്ങോട്ട് മാറ്റിയിട്ടില്ലേ, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുമാതിരി എല്ലാവരോടും ഇടപഴകാനും ബെസ്റ്റ് സൂപ്പർ താരമാണ് പുള്ളി അവിടെ നിന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. രാജേട്ടനെ കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പം ഈ കണ്ട കാലം ഇവിടെ മറ്റുള്ളവർ മാറി മാറി ഭരിച്ചിട്ടും ഇപ്പം ഈ 10 കൊല്ലമാണ് ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരും ഒരേ സ്വരത്തിൽ രാജേട്ടൻ മതിയെന്ന് തന്നെയാണ്. 10 വർഷത്തിൻ്റെ ഇടയിൽ നല്ലൊരു മാറ്റം ഉണ്ടായില്ലേ. ഇനി അടുത്ത 5 വർഷം വീണ്ടും ഇതിനെക്കാട്ടും നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നുള്ള വിശ്വാസമുണ്ട്. രാജേട്ടൻ ഇവിടുത്തെ ഞങ്ങളിലത്തെ ഒരാളാണ്. ഞങ്ങൾക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ആളുടെ അടുത്ത് ഇവിടെ അടുത്ത് തന്നെ ഓഫീസുണ്ട്. ഓഫീസിൽ ചെന്ന് പറയാം, നേരിട്ട് പറയാം. എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ്, എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഒരു തുടർ ഭരണം ആവശ്യമാണ് വിചാരിക്കുന്നു. ഇവിടെ എല്ലാം കൊണ്ടും വികസനമുണ്ട്. അപ്പം മറിച്ചൊരു അഭിപ്രായമൊന്നുമില്ല. മറിച്ച ഇപ്പോൾ കാണേണ്ട ഒരു അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അവരുടെ ഫണ്ട് തന്നെ കണ്ടില്ലേ, ആ ഫണ്ട് അവിടെ പോണു. അപ്പോൾ അതൊരു തുടക്കത്തിൽ തന്നെ എങ്ങനെയാണെങ്കിൽ അവസാനം എന്തായിരിക്കും. അപ്പോൾ പേടികൊണ്ട് കൊടുക്കാൻ പറ്റില്ല 5 കൊല്ലം. മാറ്റം ഇപ്രാവശ്യം വരും. ഇപ്രാവശ്യം മാറ്റം വരും. അപ്പോൾ ഒല്ലൂർ എങ്ങനെയായിരിക്കും മാറ്റം വരാൻ പോകുന്നത്? ഒല്ലൂരത്തെ കാര്യം നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകും അവർ. നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതിൽ ആര് ജയിക്കും എന്തുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്? ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം വഴിതെറ്റി പോണ ഒരു അവസ്ഥയാണുള്ളത്. മയക്കുമരുന്ന്, കഞ്ചാവ്, അങ്ങനെയുള്ള ഒരു ഇതാണ്. പിന്നെ കൊലപാതകം, എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ. അമ്മമാരായ ഞങ്ങൾക്ക് ടെൻഷനാണ്. അതാണ്. അല്ലാണ്ട് റവന്യൂ മന്ത്രി നമുക്ക് കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും നല്ലൊരു ഇതാണ്. പക്ഷെ മൊത്തം ഒന്ന് മാറണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആളുകൾക്ക്, ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മണ്ഡലത്തിൻ്റെ ഒരു പൊതുകാര്യങ്ങൾ നോക്കാനുണ്ടല്ലോ. അതിന് നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ശ്രീജിത്തെ, ഒല്ലൂരിലേക്ക് വരുമ്പോൾ കെ രാജൻ്റെ മണ്ഡലമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിധി നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയൊരു മണ്ഡലമാണ്. അപ്പോൾ പ്രവചിക്കാനാവാത്തൊരു സ്ഥിതിയാണോ ഒല്ലൂരിലുള്ളത്? ഒല്ലൂർ മാത്രമല്ല, തൃശ്ശൂരിലെ പല മണ്ഡലങ്ങളും ഇതുപോലെ സസ്പെൻസ് നിലനിർത്തുന്നുണ്ട്. അതിപ്പോൾ തൊട്ടടുത്ത മണ്ഡലമായ നാട്ടിയടക്കം വലിയ സസ്പെൻസ് ഇനിയും നിലനിർത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒല്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കെ രാജൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. കെ രാജൻ ഇപ്പോൾ അമൃതയെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ അമൃതയുടെ പേര് കൃത്യമായ രീതിയിൽ അമൃതയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ മാത്രമേ ചോദിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വന്നു കഴിഞ്ഞാൽ അമൃത എന്ന് പേരെടുത്ത് വിളിക്കാനുള്ള അത്ര ഓർമ്മ ശക്തിയുള്ള ഒരു നേതാവാണ്. മാത്രമല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നു എന്നൊക്കെയാണ് പാർട്ടിക്കാരും അതുപോലെ തന്നെ അദ്ദേഹത്തോട് അടുപ്പുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. CPI ഇങ്ങനെ ഒരു ലീഡർ, അടുത്ത കാലത്ത് സുനിൽകുമാർ, രാജൻ, അങ്ങനെ കുറച്ച് ലീഡേഴ്സ് ഇത്തരത്തിൽ ഇടപെടുന്ന ആളുകളാണ്. അപ്പോൾ രാജനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം. അതിനാണ് അവർ ഒരു സംശയം പോലും ഇല്ലാതെ വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട നേതാവ് അത് ഷാജി കോടങ്കണ്ടത്താണ്. ഷാജി കോടങ്കണ്ടത്തെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അതാണ് ടോൾ പ്ലാസ, പാലിയേക്കരയുടെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം, മാലിന്യ പറമ്പാക്കി മാറ്റാനുള്ള, ലാലൂരിനെ മാലിന്യ പറമ്പാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരായിട്ടൊക്കെ വലിയ സമരമൊക്കെ നടത്തിയ ഒരാളാണ്. ടോൾ പ്ലാസയ്ക്കെതിരെ നിയമ പോരാട്ടം നടത്തിയ നാടിൻ്റെ വക്കീൽ എന്നൊക്കെയാണ് അവരുടെ ക്യാപ്ഷനുള്ളത്. അപ്പോൾ UDF ആകെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒല്ലൂരിനെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.